JK സോളാർ പവർ സിസ്റ്റംസിന്റെ മറ്റൊരു പുതിയ ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം. ഞാൻ ജിബിൻ. ഇന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോകളിലായിട്ട് വിവരിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് 3 kV ഓഫ് ഗ്രിഡ് സിസ്റ്റം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സോളാർ ബാക്കപ്പ് സൊല്യൂഷനാണ്. അതായത് ഒരു 5 ബെഡ്റൂം വരെയുള്ള വീടുകളിൽ നമ്മളൊരു 80 മുതൽ 90% ലോഡുകളും ഉപയോഗിക്കാം. AC, മോട്ടർ തുടങ്ങിയ സാധനങ്ങളൊക്കെ പകൽ സമയത്ത് വളരെ ലൈവായിട്ട് ഉപയോഗിക്കാം. കൂടാതെ വീട്ടിലുള്ള ഫ്രിഡ്ജ് ഒക്കെ നമുക്ക് ഫുൾ ടൈം കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ലൈറ്റുകൾ, TV അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഫുൾ ടൈം ബാക്കപ്പോടുകൂടി ഉപയോഗിക്കാം. പവർ ഔട്ടേജ് ഇല്ലാതെ ഉപയോഗിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 3 kVA സിസ്റ്റമാണ്. 3 kV ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന രീതിയിൽ 615 വാട്ട്സിന്റെ വാരി ബ്രാൻഡിങ്ങിൽ വരുന്ന ടോപ്പ് കോൺ ഗ്ലാസ് ടു ഗ്ലാസ് ബൈഫേഷ്യൽ സോളാർ മോഡ്യൂൾസ് 4 ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2.5 യൂണിറ്റ് സ്റ്റോറേജുള്ള ബാറ്ററി പാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ബാറ്ററികൾ വേണമെങ്കിൽ പിന്നീട് പാരൽ ചെയ്യാം. പാനൽ വേണമെങ്കിൽ നമുക്ക് 2 ഇവിടെ ആഡ് ചെയ്യാനുള്ള സാധ്യത ഇവിടെയുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആശാ പവറിന്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള 3 kVA ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ ആണ്. 2400 വാട്ട് വരെ നമുക്ക് ലോഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. ഇതിൽ 3600 വാട്ട് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള നല്ലൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി പലപ്പോഴായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് UTL ഇൻവെർട്ടർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആശാ പവറിൻ്റെ മോഡലുകൾ വരുന്നുണ്ട്. നമുക്ക് ആശാ പവർ വരുമ്പോൾ അല്പം കൂടി പ്രീമിയം ആണ്, കുറച്ചുകൂടെ പ്രൈസൊക്കെ കൂടുതൽ വരും. ആ രീതിയിൽ ചെയ്തിട്ടുള്ള നിരവധി വീഡിയോസ് മറ്റു പല സൈറ്റുകളിലും ചെയ്തിട്ടുള്ളത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് KSB സപ്ലൈനെ ആശ്രയിക്കാതെ ഫുൾ ടൈം വീട്ടിൽ ഒരു 90% ഉപകരണങ്ങളും ഉപയോഗിച്ച് പോകാൻ സാധിക്കുന്ന ഒരു നല്ലൊരു സിസ്റ്റമാണ്. ഒരു 3 kV ഓഫ് ഗ്രിഡ് സിസ്റ്റമാണിത്. ഈ സിസ്റ്റത്തിൽ നമ്മൾ വീട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഉപകരണങ്ങളും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറൊക്കെ നമുക്ക് പകൽ സമയത്ത് വെയിലുള്ളപ്പോൾ ലൈവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 1 HP വരെയുള്ള പമ്പുകളൊക്കെ ഉപയോഗിക്കാം. നമുക്ക് അറ്റ് എ ടൈം ലോഡ് ഒരു 2000 വാട്ട്സിന് മുകളിൽ പോകാതെ നമ്മൾ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻസ്റ്റലേഷൻസ് നിരവധിയായിട്ട് നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. അതുപോലെ ഇതിൻ്റെ വലിയ കപ്പാസിറ്റിയുള്ള സിസ്റ്റങ്ങൾ 5 kVA, അതുപോലെ തന്നെ 7.5, 10 kVA ഓഫ് ഗ്രിഡ് സിസ്റ്റംസ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റംസ് നമ്മൾ ഒരുപാട് ഇൻസ്റ്റലേഷൻസ് നടത്തിയിട്ടുള്ളതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. JK സോളാർ പവർ സിസ്റ്റംസ് കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു സോളാർ ഇൻസ്റ്റലേഷൻ, സോളാർ സർവീസസ്, പവർ ബാക്കപ്പ് സൊല്യൂഷൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ കോട്ടയം ജില്ലയും അതിൻ്റെ ചുറ്റുവട്ട പരിസര പ്രദേശങ്ങളുമാണ് ചെയ്യുന്നത്. 1 kVA മുതലുള്ള ചെറിയ ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങൾ മുതൽ 5 kVA, 10 kVA വരെയുള്ള ഇൻസ്റ്റലേഷൻസ്, അതുപോലെ തന്നെ അവയുടെയൊക്കെ പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ കാണാനായിട്ട് നമ്മുടെ JK സോളാറിൻ്റെ ഒരു ലൈവ് ഷോറൂം ചേർപ്പുങ്കിൽ കോട്ടയം ജില്ലയിലുണ്ട്. അതൊന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാലും പഴയ വീഡിയോകളൊക്കെ ഓൾമോസ്റ്റ് ഇത്തരത്തിലുള്ളതും ഇതിൻ്റെ ഹയർ കപ്പാസിറ്റിയുള്ള മോഡലുകളൊക്കെ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ രീതിയിലുള്ളൊരു ഇൻസ്റ്റലേഷനാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. നമുക്ക് നല്ലൊരു ഓപ്പൺ ടെറസാണ്. ഒരു മിക്സഡ് ആയിട്ടുള്ള റൂഫ് ടോപ്പ് ആണെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഫ്ലാറ്റ് റൂഫിലാണ് ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ 615 വാട്ട്സ് ടോപ്പ് കോൺ ബൈഫേഷ്യൽ ഗ്ലാസ് ടു ഗ്ലാസ് മോഡ്യൂൾ വാരി ബ്രാൻഡിങ്ങിൽ വരുന്ന 4 മോഡ്യൂൾസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് 2500 വാട്ട്സ് അടുത്ത് തന്നെ കണക്റ്റഡ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. നല്ല വെയിലുള്ള സമയങ്ങളിൽ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് അതിനൊരു 80 to 90% വരെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു 3000 രൂപ ആ റേഞ്ചിലൊക്കെ കറണ്ട് ബില്ല് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അതൊരു 500 രൂപ ആ റേഞ്ചിലേക്ക് അല്ലെങ്കിൽ ഒരു 1000 രൂപയ്ക്ക് താഴത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ കറണ്ട് ബില്ല് എപ്പോഴും ഫിക്സഡ് ആയിട്ട് നിർത്താനായിട്ട് സാധിക്കും. കുറഞ്ഞ താരിഫിലായിരിക്കും നമ്മുടെ ഉപയോഗം വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫുൾ ടൈം വീട്ടിൽ പവർ സപ്ലൈ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആശാ പവറിൻ്റെ പോലത്തെ പ്രീമിയം 3 kV ഇൻവെർട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ലോഡ് കപ്പാസിറ്റി ഉണ്ട്. സാധാരണ ഇൻവെർട്ടറുകളെ അപേക്ഷിച്ച് നമുക്ക് 2000 വാട്ടിന് മുകളിലൊക്കെ ലോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മാക്സിമം പകൽ സമയത്ത് വെയിൽ ഉള്ള സമയത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സോളാർ പ്രൊഡക്ഷൻ ഡയറക്റ്റ്ലി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ നമുക്ക് ഏകദേശം 8 മുതൽ 12 യൂണിറ്റ് വരെയൊക്കെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളൊരു പ്ലാന്റ് ആണ്. ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിനനുസരിച്ചാണ് പ്രൊഡക്ഷൻ ഇരിക്കുന്നത് നമുക്കറിയാം. ടോപ്പ് കോൺ ബൈഫേഷ്യൽ പാനലുകളായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ക്ലൈമറ്റിലും ഒരു ആവറേജ് പ്രൊഡക്ഷൻ ഇവിടെ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. 4 പാനലുകൾ നമ്മൾ ഓഫ് ഗ്രിഡ് കണക്ട് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മഴക്കാലങ്ങളിൽ നമുക്ക് ബാറ്ററി ചാർജിങ് KSBനെ ആശ്രയിക്കേണ്ടി വരത്തില്ല. അത്യാവശ്യം ബാറ്ററി ചാർജ് ചെയ്യാനും വീട്ടിൽ ലൈറ്റ് ഫാനുകൾ ഉപയോഗിക്കാനുള്ള പവർ കിട്ടുമെന്നുള്ളതാണ്. ഇതിൻ്റെ വിശദ വിവരങ്ങൾ ഇൻവെർട്ടർ ബാറ്ററി സൈഡിലേക്ക് പോയ ശേഷം കാണാം. സിസ്റ്റത്തിൻ്റെ ബാറ്ററി ഇൻവെർട്ടർ സെറ്റപ്പ് ഈ രീതിയിലാണ് വരുന്നത്. ഇവിടെ നമ്മൾ UTL 25.6 വോൾട്ട് 100Ah ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5 വർഷമാണ് വാറണ്ടി വരുന്നത്. ഈ ബാറ്ററി വെച്ചിട്ടുള്ള നിരവധി പ്രൊജക്റ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് 2.5 യൂണിറ്റ് സ്റ്റോറേജ് വരുന്ന ഒരു ബാറ്ററി പാക്കാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആശാ പവറിൻ്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള 3 kVA റോവർ 3024 എന്ന് പറയുന്ന മോഡലാണ്. ഈ ഇൻവെർട്ടറിൽ 3600 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാം. 2400 വാട്ട്സ് വരെ നമുക്ക് ലോഡ് ഔട്ട്പുട്ട് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇതിൻ്റെ 2.5 kVA 5 kVA സിസ്റ്റംസിനെ പറ്റി മുൻപ് നമ്മൾ വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കർ, മോട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ലിമിറ്റേഷൻ ഇല്ലാതെ അറ്റ് എ ടൈം ഇതെല്ലാം ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്യേണ്ടവർക്ക് 5 kVA സിസ്റ്റംസ് എടുക്കാവുന്നതാണ്. അതിൻ്റെ തന്നെ പല മോഡലുകളുണ്ട്. 3 kV ഉപയോഗിക്കാൻ നമ്മൾ ലോഡുകൾ എപ്പോഴും ലിമിറ്റ് ചെയ്ത് തന്നെ ഉപയോഗിക്കേണ്ടി വരും. ലിഥിയം ബാറ്ററി പാക്കുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റനൻസ് ഇപ്പോൾ വളരെ ഈസിയാണ്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വൺസ് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഫിറ്റ് ആൻഡ് ഫോർഗറ്റ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ വെന്റിലേഷൻ വരുന്ന വലിയൊരു ക്യാബിനാണ് ആശാ പവറിൻ്റെ ഇൻവെർട്ടറിന് വരുന്നത്.
UTLന്റെ ലിഥിയം ബാറ്ററി പാക്ക് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ഡിസ്പ്ലേ പാരാമീറ്റേഴ്സ് ഒക്കെ മുൻപ് നമ്മൾ ഒരുപാട് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ബാറ്ററി ചാർജിങ്, ആംപിയർ, വോൾട്ട്, പാനലിൽ നിന്ന് വരുന്ന വാട്ട്സ്, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാം. നിലവിൽ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ മുതലുള്ള യൂണിറ്റ് പ്രൊഡക്ഷൻ, ക്യുമുലേറ്റീവ് പ്രൊഡക്ഷൻ, ഇതൊക്കെ നമുക്ക് ഇതിൽ വാച്ച് ചെയ്യാവുന്നതാണ്. LED ഇൻഡിക്കേഷൻസിൻ്റെ മീനിങ്ങുകളൊക്കെ കൃത്യമായിട്ട് അതിന് എഴുതിയിട്ടുണ്ട്. KSEB ട്രാൻസ്ഫോമർ ഫീസിബിലിറ്റി കഴിഞ്ഞു പോയ ആൾക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിൽ, അതായത് ഓൺ ഗ്രിഡ് സിസ്റ്റംസ് ഇനി മുന്നോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഈ കപ്പാസിറ്റിയിലും ഇതിൻ്റെ വലിയ കപ്പാസിറ്റിയിലും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ വിശദ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഷോറൂം സന്ദർശിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ലൈവായിട്ട് കാണാൻ സാധിക്കും. ഇതോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിട്ട് ചാനലോട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.